Now the lights off and see the magic. ഈ ഒരു ബട്ടർഫ്ലൈനെ അർപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം തന്നെ കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഴയ CDs ആണ് കേട്ടോ. CD-യിലേക്ക് ബട്ടർഫ്ലൈ വരച്ചു കൊടുക്കാൻ വേണ്ടി പേപ്പർ വെച്ചൊരു കട്ടൗട്ട് ഉണ്ടാക്കി എടുത്തിട്ട് ഇനി ഒരു CD മാർക്കർ വെച്ചിട്ട് അത് CD-യിലേക്ക് വരച്ചെടുക്കണം. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെന്നൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ. അങ്ങനെ അവസാനം എനിക്കൊരു ബ്ലാക്ക് കളറിലൊരു CD മാർക്കർ കിട്ടിട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ എല്ലാ CD-യിലേക്ക് വരച്ചെടുക്കുന്നു. പക്ഷെ കട്ട് ചെയ്യുന്നിടത്താണ് എനിക്ക് പണി കിട്ടിയത്. ഞാൻ എളുപ്പപ്പണി നോക്കിയതാ. ശരിക്കും CD ഒക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷെ എന്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തു. പിന്നെന്താ, എല്ലാം പൊട്ടിപ്പോയി. അപ്പൊ തന്നെ എനിക്കൊരു വിഷമായി. കാരണം എന്തിനാ വെറുതെ എളുപ്പപ്പണിക്ക് പോയതെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചു. പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ കുറച്ച് ഹോട്ട് വാട്ടർ ഉണ്ടാക്കി അതിൽ കുറച്ചു നേരം ഒരു 10 to 15 minutes CD-യിൽ മുക്കി വെച്ചു. അതിനുശേഷം എടുത്തിട്ട് അതേപോലെ ബട്ടർഫ്ലൈ ട്രേസ് ചെയ്തതിനു ശേഷം പിന്നെയും കട്ട് ചെയ്തു. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ CD ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ. കൈയൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞാൻ കഷ്ടപ്പെട്ട് 12 ബട്ടർഫ്ലൈ ഉണ്ടാക്കി. ഇനി ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തു. ആദ്യം തന്നെ ഇത് സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്റെ എക്സൈറ്റ്മെന്റും കൂടെയാണ് കാരണം. അപ്പൊ ഏകദേശം അതിന്റെ ട്രിക്കൊക്കെ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ രണ്ടാമത് വേറൊരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തു. അതാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ചുമരിന്റെ മേലുള്ള ആ വൃത്തിയോടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബട്ടർഫ്ലൈ പറക്കുന്നത് മാത്രം നോക്കിയാൽ മതി കേട്ടോ.